Events Cats presents a magical mix of fusion and fashion USA. നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ കമ്പനികൾ മറ്റു രാജ്യങ്ങളുമായി ഔട്ട്സോഴ്സിംഗ് നടത്തി ലഭിക്കുന്ന വരുമാനത്തിന് അധിക നികുതി ചുമത്തൽ നിയമം കൊണ്ടുവരുന്നു. ഇതുവഴി ജോലി കരാറുകൾ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്നത് നിരുത്സാഹപ്പെടുത്തി രാജ്യത്ത് കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാക്കുവാനാണ് ഒബാമ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പുറം രാജ്യങ്ങളിലുള്ള ജോലികൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന കമ്പനികൾക്ക് 20% നികുതി ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എന്നാൽ പുറം ജോലികൾ കൂടുതലും ലഭിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഈ നിയമം പ്രതികൂലമായി ബാധിക്കും. പുതുതായി കൊണ്ടുവരുന്ന നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കിയത്. അമേരിക്കൻ ദേശീയ ആരോഗ്യ സംരക്ഷണ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മക്കാലൻ ലാസ് പാൽമസ് ഹെൽത്ത് കെയർ സെന്റർ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ ഹരികൃഷ്ണൻ നമ്പൂതിരി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ 1000-ഓളം വരുന്ന ഹെൽത്ത് കെയർ കേന്ദ്രങ്ങളുടെ ചുമതലയുള്ള കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മക്കാലൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റും ഇന്ത്യൻ ഹിസ്പാനിക് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും കൂടിയാണ് ഇദ്ദേഹം. ആപ്പിൾ കമ്പനിയുടെ വ്യാപാര മൂലധനം $500 ബില്യൺ കവിഞ്ഞു. ചുരുക്കം ചില കമ്പനികൾ മാത്രമേ ഇത്രയും മൂലധനമുള്ള കമ്പനികളുടെ പട്ടികയിൽ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും മൂലധനമുള്ള കമ്പനി എക്സോൺ ഓയിൽ കമ്പനിയാണ്. അമേരിക്കൻ ചരിത്രത്തിൽ $500 ബില്യൺ മൂലധനം കവിയുന്ന 6ാമത്തെ കമ്പനിയാണ് ആപ്പിൾ. ആപ്പിൾ അടുത്ത ബുധനാഴ്ച പുതിയ ഐപാഡ് വിപണിയിൽ ഇറക്കുന്നതാണ്. യുകെയിലുള്ള ചാരിറ്റി കമ്പനിയായ റാസ്ബെറി P1 ഫൗണ്ടേഷൻ $25 വിലയുള്ള കമ്പ്യൂട്ടർ വിപണിയിലിറക്കി. ക്രെഡിറ്റ് കാർഡിനോളം വലിപ്പമുള്ള ഈ കമ്പ്യൂട്ടർ വിപണിയിൽ ഇറങ്ങിയ അന്ന് തന്നെ വിറ്റഴിഞ്ഞു തീർന്നു. സാധാരണ കമ്പ്യൂട്ടറുകളെ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഈ കമ്പ്യൂട്ടറുകൾ കുട്ടികളെ കമ്പ്യൂട്ടർ പഠനത്തിലേക്ക് ആകർഷിക്കുന്നതിനും അവർക്ക് സ്വന്തമായി പ്രോഗ്രാമുകൾ നിർമ്മിക്കുവാനും സഹായിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഈ ഫൗണ്ടേഷന്റെ അധികൃതർ അറിയിച്ചു. പ്രമുഖ ശാസ്ത്ര സാങ്കേതിക പ്രതിഭയും ഗവേഷകനും ഇന്ത്യൻ വംശജനുമായ വിവേക് വാധ്വായ്ക്ക് US പൌരത്വ കുടിയേറ്റ സേവന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കാലിഫോർണിയയിൽ വെച്ച് നടന്ന ചടങ്ങിൽ USCIS ഡയറക്ടർ അലക്സാൻഡ്രോ മായോർക്ക് പുരസ്കാരം ശ്രീ വിവേകിന് നൽകി. എംറി, സ്റ്റാഫോർഡ് എന്നീ സർവകലാശാലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം വാഷിംഗ്ടൺ ജേർണൽ, ഫോർബ്സ് മാഗസിൻ, വാഷിംഗ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ കാൻബറ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ ബിരുദം നേടിയ ഇദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBAയും നേടിയിട്ടുണ്ട്. ഇല്ലനോയി മലയാളി അസോസിയേഷൻ മെഡിക്കൽ ലീഗൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഷിക്കാഗോ KCS കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന സെമിനാർ സിറ്റി കൌൺസിലർ ആൽഡർമാൻ പവർ ഉദ്ഘാടനം ചെയ്തു. 2 സെഷനുകളായി നടന്ന സെമിനാറിൽ ഡോക്ടർ എഡ്വിൻ കാച്ചപ്പള്ളി, അറ്റോർണി ദീപ കിടങ്ങൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. IMA പ്രസിഡന്റ് ഷാജൻ ആനിത്തോട്ടം, സെക്രട്ടറി ലൈജ ജോസഫ്, ട്രഷറർ മാത്യു കളത്തിൽ, അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഈ സെമിനാറിന് നേതൃത്വം നൽകി. മലയാളം സൊസൈറ്റി ഓഫ് ഹ്യൂസ്റ്റൺ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. സ്റ്റാഫോർഡ് ഡിസ്കൌണ്ട് ഗ്രോസറി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് പ്രസിഡന്റ് ജോർജ് മണ്ണിക്കരട്ട് അധ്യക്ഷത വഹിച്ചു. ഹ്യൂസ്റ്റണിലെ നിരവധി സാഹിത്യ സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ ജോളി വില്ലി, ജോൺ മാത്യു, ജോസഫ് കരിപ്പായിൽ, AC ജോർജ്, ജേക്കബ് പാലത്തുങ്കൽ തുടങ്ങിയവർ ശ്രീ അഴീക്കോടിന്റെ സാഹിത്യ ജീവിതത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂയോർക്ക് സർഗവേദി ശ്രീ സുകുമാർ അഴീക്കോട് അനുസ്മരണ യോഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് നടന്ന സമ്മേളനത്തിൽ ജോർജ് ജോസഫ്, ജോസ് കടാപ്പുറം, പ്രൊഫസർ MT ആന്റണി, J മാത്യൂസ്, KK ജോൺ, മാമൻ മാത്യു, വാസുദേവ് പുളിക്കൽ, പീറ്റർ നീണ്ടൂർ തുടങ്ങി നിരവധി സാഹിത്യ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുകയുണ്ടായി. സുകുമാർ അഴീക്കോട് സാറിന്റെ വൈവിധ്യമാർന്ന ജീവിത സാഹചര്യങ്ങളെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ സർഗവേദി മീറ്റിംഗിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. വിമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മരിച്ചു വീണത് സുകുമാർ അഴീക്കോട് സാറല്ല,
കേരളത്തിന്റെ ചിന്തിക്കുന്ന മനുഷ്യരുടെ മനസാക്ഷിയാണ് എന്ന് പറയാനാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും എല്ലാം ഒരു ആവറേജ് മലയാളിയുടെ ചിന്തകളായിരുന്നു. എന്താണ് കേരളത്തിന് നല്ലത്, എന്താണ് ഒരു സാധാരണക്കാരനായ കേരളീയന് നല്ലത്, അതിനെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതും പറഞ്ഞു പോയതും. 10-12 പേരിൽ വന്നതിൽ ഒരാൾ നമ്മുടെ ജോസ് കാടാപുറമായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് പ്രസ് ക്ലബ് ഓഫ് അമേരിക്കയുടെ റീജിയണൽ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തു. ഞാൻ അദ്ദേഹത്തെ ഹൃദയംഗമായി അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓരോ വളർച്ചയുടെ പത്മരാഗപ്പടവുകൾ കയറുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ മാധ്യമങ്ങളെ മലയാളി മാധ്യമ കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് പുള്ളിയൊക്കെ വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. കാരണം ആരും തന്നെ പ്രൊഫഷണലായിട്ട് മാധ്യമ രംഗത്തേക്ക് വന്നവരായിരുന്നില്ല, പുള്ളി ഒഴികെ. അപ്പോൾ ഈ മലയാളി മാധ്യമ കൂട്ടായ്മയിലെ ആൾക്കാരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ കുറച്ച് പേര് കൂടി ശ്രമിച്ച് അതൊരു ചെറിയ രീതിയിലേക്ക് കൊണ്ടുവന്നു. പുള്ളി തന്നെ അതിന്റെ ഒരു നാഷണൽ പ്രസിഡന്റായി. അതിനുശേഷം ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്നൊരു വളർച്ച അത് കൈവരിച്ചു. അതാണ് ഈ സാഹിത്യം വളരെ എഴുത്തിനെയും ഭാഷയൊക്കെ സ്നേഹിക്കുന്ന സർഗവേദി പോലുള്ള സംഘടനയിൽ പോലും മാധ്യമരംഗം ഒരു ചർച്ചയായിട്ട് മാറിയത്. അത് പൊക്കാനൊക്കെ പോമയൊക്കെ പോലെ തന്നെ അതിനും ഇനി അധികം കാലം കൂടാതെ വലിയ പിടിച്ചുപറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എഴുത്തുകാരനാകാൻ പോകുന്നൊരു പത്രക്കാരനാകാൻ പോകരുതെന്നാണ് എനിക്ക് പണ്ട് മുതലേ പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം രണ്ടും ഏകദേശം ഒരേ രീതിയിൽ പോകുന്നൊരു കാര്യമാണ്. രണ്ടും എഴുത്താണ്, രണ്ട് രീതിയിലുള്ള എഴുത്താണ്. പത്രക്കാരനായി പോകുമ്പോൾ അതില് അങ്ങ് പിന്നെ നമ്മള് ആ ഒഴുക്കിലങ്ങ് പോകുന്നു, ഇപ്പുറത്തേക്ക് വരാനായിട്ട് പറ്റാതെ വരുന്നു. അപ്പൊ ആ ഒരു കുഴപ്പം വന്നിട്ടുള്ള ഒരാളാണ്. കുഴപ്പമോ പിന്നെ കുഴപ്പമില്ലാഴിയോ എന്തായാലും ഇങ്ങനൊരു വേദി തന്നതിനും. സുകുമാർ അഴീക്കോടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതാണ്ട് 30 വർഷം മുൻപ് എന്റെ ഒരു മാതൃനായ ശ്രീ P.T. ജോസഫിനെ സന്ദർശിക്കുന്ന സമയമാണ്. അറിവിന്റെ അലകടൽ ഈശ്വരൻ കടഞ്ഞപ്പോൾ നിറകുടമായെത്തി സുകുമാർ അഴീക്കോട്. വാക്കിന്റെ പ്രപഞ്ചത്തിൽ ഇന്ദ്രജാലം കാണിക്കും മാന്ത്രികൻ, കേൾവിക്കാരെ ആകർഷിച്ചിരുത്തുവാൻ. അകലെ ആകാശത്തിൽ മഴമേഘങ്ങൾ പോലെ അറിവിൻ നീരാവിയായി ഉയരും കലാകാരൻ. അകലെ ആകാശത്തിൽ മഴമേഘങ്ങൾ പോലെ അറിവിൻ നീരാവിയായി ഉയരും കലാകാരൻ. ഘനമേഘമായി തിങ്ങി വിന്നി നിൽക്കുകയാണ് അങ്ങ് അവിരാമമായി പെയ്തു. അദ്ദേഹം ഇതൊക്കെ ഒരു ചവിട്ടുപടിയായി വേറെ എന്തിലേക്കും ഒരു സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. അദ്ദേഹം ഗാന്ധിയനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു ശുപാർശ കത്തും കൊണ്ട് ഡൽഹിയിലേക്ക് ഒരു ജോലി തേടി പോയി. V.P. മേനോന്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, ജോലി കിട്ടുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഗാന്ധിയുടെ വിളി വന്നു. മലയാള സാഹിത്യ വിമർശനത്തിലെ വൈദേശിക പ്രഭാവം എന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ PhD പ്രബന്ധത്തിന്റെ പുസ്തക രൂപത്തിലുള്ള പ്രസിദ്ധീകരണമാണ് മലയാള സാഹിത്യ വിമർശനം. അശ്വമേധത്തിന്റെ പ്രിന്റ് എഡിഷൻ നടക്കുന്ന കാലത്ത് അതിന്റെ 10ാമത് വാർഷികത്തോടനുബന്ധിച്ച് അന്ന് ഡോക്ടർ അനിരുദ്ധൻ ഫൊക്കാന സമ്മേളനമാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു സമ്മേളനത്തിന് ഷിക്കാഗോയിൽ സുകുമാർ അഴീക്കോട് സാറിനെ ക്ഷണിച്ചിരുന്നു. ഫൊക്കാന കൺവെൻഷനാണ്. അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ സ്റ്റാൻഡേർഡിലെത്തി. അന്ന് പക്ഷേ അദ്ദേഹം അല്പം ക്ഷീണിതനായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പതിയെ പ്രസംഗം തുടങ്ങി. പിന്നീട് അതൊരു സാഗരഗർജനമായിട്ട് മാറുകയാണ്. ആൾക്കാരെ കയ്യിലെടുക്കുവാനും അവരെ എത്ര മണിക്കൂർ വേണമെങ്കിലും പിടിച്ചിരുത്തി അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും അദ്ദേഹത്തിന് അപാരമായ കഴിവുണ്ടായിരുന്നു. ഇന്ന് അഴീക്കോടിന്റെ എന്റെ അഭിപ്രായത്തിൽ നാം ജീവിതം കൊണ്ടാടുകയാണ്. ആദ്യത്തെ ആഴ്ചയിൽ ഒക്കെ ദുഃഖാചരണം, ഇന്ന് ശരിയായി കൊണ്ടാടിലെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് വിലയിരുത്താനുള്ള ഒരു അവസരവുമായി നാം ഇതിനെ കണക്കാക്കണം. അദ്ദേഹം ഗാന്ധിയൻ ആയതു മുതൽ മരണം വരെ ഗാന്ധിയൻ തന്നെ ആയിരുന്നു. ഇടക്കാലം കൊണ്ട് ഗാന്ധിജി ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായിരുന്ന അദ്ദേഹം കോൺഗ്രസ് ഗാന്ധി സിദ്ധാന്തത്തിൽ നിന്ന്
വഴിമാറിപ്പോയപ്പോൾ അഴീക്കോടും വഴിമാറി. അഴീക്കോടിനോട് അദ്ദേഹത്തിന്റെ നിശിതമായ കോൺഗ്രസ് വിമർശനങ്ങളെപ്പറ്റി സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാറിയത് ഞാനല്ല, മാറിയത് കോൺഗ്രസ് ആണ് എന്ന്. പ്രശസ്ത ഐക്കണോഗ്രഫി ചിത്രകാരനും വൈദികനുമായ റവറൻ ഡോക്ടർ ജോസഫ് കൂരോത്തുമായി ശ്രീ ജോസി ആഞ്ഞിലിവേലിൽ നടത്തിയ അഭിമുഖം കാണുക. നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് സുപരിചിതനായിരിക്കേണ്ട വേൾഡ് റിനൗണ്ട് ഐക്കണോഗ്രാഫർ റവറൻ ഡോക്ടർ ജേക്കബ് കുരോത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ബഹുമാനയുടെ കുരോത്തച്ച, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. റോമിലെ ലിബോറിയോസ് ചാപ്പൽ മുതൽ കേരളത്തിലെ പല ദേവാലയങ്ങളുടെയും മദ്ബഹകളിൽ ഹോളി ഐക്കൺസ് വരച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുരോത്തച്ഛനാണ്. നമുക്കിപ്പോൾ ഈ അവസരത്തിൽ അച്ഛനെ കിട്ടിയിരിക്കുന്നത് സെയിന്റ് തോമസ് ഗാർലൻഡിലുള്ള സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ചിന്റെ കൂദാശയിൽ അദ്ദേഹം വരച്ച ഹോളി ഐക്കൺസുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ വരുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട അച്ഛ, ക്യാൻ യു ടെൽ us about your പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്? പലപ്പോഴും ഗാർലൻഡിലെ പള്ളി കൂദാശ കഴിഞ്ഞ ശേഷം പലരും ചോദിക്കുന്നത് ആരാണ് ഫാദർ കൂരോത്ത്? ഷെയർ us something about your personal life. കോട്ടയം ജില്ലയിലെ പാറമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. കൂരോത്ത് എന്ന വീട്ടുപേര്. വീട്ടിലെ ഞങ്ങള് 5 മക്കളുണ്ട്. ഫാദറിന്റെ പേര് തോമസ്, മദറിന്റെ പേര് മേരി. അച്ഛന് ഈ ഐക്കണോഗ്രാഫിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിക് ഫോമിലേക്ക് വരാനായിട്ട് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നാണ് അച്ഛന് ഈ ഒരു കോള് മനസ്സിലാക്കാൻ സാധിച്ചത്? യഥാർത്ഥത്തില് സെമിനാരിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാനായിട്ട് ആരംഭിച്ചത്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ട്യൂഷൻ പഠിച്ചിരുന്ന എന്റെ ട്യൂഷൻ ക്ലാസിന്റെ അടുത്ത മുറിയിലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ജോൺ എന്ന പേരുള്ള ഒരു ആർട്ടിസ്റ്റ്. വളരെ നന്നായിട്ട് പെയിന്റിങ് നടത്തിയിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഈ പെയിന്റിങ്ങിനെ കുറിച്ച് കുറെയെങ്കിലുമൊക്കെ അടിസ്ഥാനപരമായിട്ട് പഠിച്ചത്. പിന്നീട് സെമിനാരിയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ബാച്ചിലെ വരയ്ക്കുന്ന ആരുമില്ലായിരുന്നതുകൊണ്ട് അവിടുത്തെ പല കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ വരയ്ക്കാനായിട്ട് ആരംഭിച്ചു. അതിങ്ങനെ തുടർന്ന് ഇങ്ങി പോന്നു. ഐക്കണെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് ആദ്യമൊന്നും ഐക്കണെ കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഐക്കണിന്റെ സ്വാഭാവികമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത മുഖങ്ങൾ, പരിചയമില്ലാത്ത നിറം, അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല. പിന്നീട് റീജൻസി കാലത്ത് ഞാൻ അരമനയിലായിരുന്നപ്പോഴേ അഭിവന്യ പൗത്തിൽ പിതാവ് ഇങ്ങനെ യൂറോപ്യൻ യാത്രയെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പ്രിന്റഡ് ഐക്കൺസുമായിട്ട് വരും. എന്നിട്ട് അത് പിതാവ് എന്റെ കയ്യിൽ തന്നിട്ട് ഞാനാണ് അത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് എവിടെയൊക്കെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് തന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എന്നിലുണ്ടായി. അപ്പൊ അങ്ങനെ കുറേശ്ശെ ഇതേക്കുറിച്ച് വായിക്കുവാനായിട്ട് ആരംഭിച്ചു. പിതാവ് അതിനകത്ത് ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം ചില പുസ്തകങ്ങളൊക്കെ പിതാവ് തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ BTH എക്സാമിന് ഡിസർട്ടേഷൻ എഴുതേണ്ടി വന്നപ്പോൾ ഐക്കണെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അപ്പൊ അങ്ങനെയാണ് ഐക്കണോടുള്ള താല്പര്യമുണ്ടായത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് തോമസ് ലിയായുടെ ഒരു ഐക്കൺ ഞാൻ ആദ്യമായിട്ട്, അതിന്റെ ശരിയായിട്ടുള്ള തിയറിയും ടെക്നിക്കും ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിൽ പോലും ഓയിൽ പെയിന്റ് ഉപയോഗിച്ചാണ് വരച്ചത്. ഐക്കണോഗ്രാഫി എന്താണ്? ഈ ഐക്കൺസ് എന്താണ്? ഹോളി ഐക്കൺസ് അല്ലെങ്കിൽ എന്താണ് ഐക്കണോഗ്രാഫി? ഐക്കണോഗ്രാഫി വരയ്ക്കുന്ന പ്രോസസ്സ് അച്ഛനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഐക്കൺ എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്, എയ്ക്കോൺ എന്നുള്ള ഒരു വാക്ക്. ആ വാക്കിൽ നിന്നും, ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇമേജ് എന്ന് മാത്രമേ ഉള്ളൂ. ഇമേജ് ആരുടേതൊക്കെ ആകാം ഐക്കണോഗ്രഫിയിലെ. യഥാർത്ഥത്തിലെ ക്രിസ്ത്യൻ ഐക്കണോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് ബൈബിളിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ. അത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും, മാതാവിന്റേത്, വിശുദ്ധരുടേത്, രക്തസാക്ഷികളുടേത്. അപ്പൊ ഇത്രയും പേരുടെ ആ ചിത്രങ്ങളാണ് യഥാർത്ഥത്തിലെ ഐക്കണുകൾ എന്നുള്ള വിഭാഗത്തിൽപ്പെടുക. പിന്നെ ഐക്കണോഗ്രഫി എന്ന് പറയുന്നത് സഭയുടെ, ഒരുപക്ഷെ ഇന്ന് ഇത് ഓർത്തഡോക്സ് സഭയുടേതാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് സഭയുടേതാണ്, റഷ്യൻ സഭയുടേതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സഭ വിഭജിതമാകുന്നതിന് മുമ്പുള്ള സഭയുടെ പൊതു സ്വത്താണിത്. ഞാൻ വാസ്തവത്തിൽ ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ, കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. കാരണം സഭ എന്ത് ജന്മമെടുത്തോ അന്ന് മുതൽ ആരംഭിച്ച ഒരു കലയെന്ന് പറയുന്നത് ഐക്കണോഗ്രഫിയാണ്. അതിന് തെളിവുകൾ നമുക്കിന്ന്
റോമിലുള്ള കാറ്റക്കോമ്പുകളിലും മറ്റുമൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഐക്കണോഗ്രഫി എന്ന് പറയുന്നത് ഈ ഐക്കൺ വരയ്ക്കുന്ന ആ ഒരു കലയെയാണ് സൂചിപ്പിക്കുന്നത്. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.